കോൺഗ്രസ് യഥാർത്ഥത്തിൽ ബി.ജെ.പിയുടെ അജണ്ടയുടെ ഭാഗമായി രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന പ്രഖ്യാപനം വന്നപ്പോൾ പ്രഖ്യാപനത്തിൻ്റെ ഉടൻ തന്നെ അവരുടെ പ്രതികരണം പങ്കെടുക്കാൻ സാധ്യതയുണ്ട് എന്നതായിരുന്നു. കേരളത്തിലാണ് അതിൻ്റെ മേലെ വലിയ ചർച്ച വന്നത്. അപ്പോഴും ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്ന നിലപാടാണ് സുധാകരൻ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ വിശദീകരിച്ചത്. ഒരു ഉറച്ച നിലപാട് സ്വീകരിക്കാൻ കേരളത്തിലെ കോൺഗ്രസിന് പോലും സാധിച്ചിട്ടില്ല. കേരളത്തിലെ കോൺഗ്രസിന് പോലും സാധിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം കേരളത്തിലാണ് മതനിരപേക്ഷ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു മാനസിക അടിത്തറയുള്ളത്. അവിടെ പോലും കോൺഗ്രസിന് സത്യം പറഞ്ഞാൽ ആദ്യ ഘട്ടത്തിൽ അങ്ങനൊരു നിലപാട് സ്വീകരിക്കാൻ ആയില്ല. ഇപ്പോഴും കോൺഗ്രസിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലെ നേതൃനിരയിലുള്ള മന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും ഉൾപ്പെടെ ആ ഉദ്ഘാടന ചടങ്ങ് ഒരു പരിപാടിയാക്കി മാറ്റാനും സംസ്ഥാനത്തുടനീളം തന്നെ ആ പരിപാടിയുടെ ഭാഗമായിട്ട് ദീപാലങ്കാരം ഉൾപ്പെടെ നടത്താനും ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. UP, കർണാടക, ഹിമാചൽ പ്രദേശ് തുടങ്ങിയിട്ടുള്ള പാർട്ടി കോൺഗ്രസ് നേതൃത്വം തന്നെ ഞങ്ങൾ ക്ഷണിച്ചാലും ക്ഷണിച്ചില്ലെങ്കിലും ഞങ്ങളെല്ലാം പോകും എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതായത് മതനിരപേക്ഷ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള BJP വിരുദ്ധ രാഷ്ട്രീയം ഫലപ്രദമായിട്ട് ആദ്യം മുതലേ കൈകാര്യം ചെയ്യുന്നതിൽ വരുത്തിയ വീഴ്ചയിൽ നിന്നാണ് കോൺഗ്രസിൻ്റെ തന്നെ അണികൾക്ക്, പ്രത്യേകിച്ച് അതിൻ്റെ സംസ്ഥാന നേതാക്കൾക്ക് ഇങ്ങനെ ഒരു വ്യത്യസ്തതയോടുകൂടി നിലനിൽക്കേണ്ടി വരുന്നത് എന്ന കാര്യം കോൺഗ്രസ് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇടതുപക്ഷ പാർട്ടികൾ കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചു. വിശ്വാസികളുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ ഇടതുപക്ഷം പ്രതിജ്ഞാബദ്ധമാണെന്ന നിലപാട് വെച്ചുകൊണ്ട് തന്നെ രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായി പണി പൂർത്തിയാവാത്ത രാമക്ഷേത്രം, 25ൻ്റെ അവസാനം മാത്രം പൂർത്തിയാകുന്ന രാമക്ഷേത്രം 24 ആദ്യം ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിക്കുന്നത് രാഷ്ട്രീയമാണ്, വിശ്വാസത്തെ രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കലർത്തുന്ന സമീപനമാണ്, വർഗീയ നിലപാടാണ് എന്ന് ഇടതുപക്ഷം ആദ്യം മുതലേ നിലപാട് സ്വീകരിച്ചിരുന്നു. ഈ മതനിരപേക്ഷ നിലപാടിന് അംഗീകാരം നൽകുന്ന തരത്തിലാണ് കോൺഗ്രസ് നേതൃത്വം അവസാനം യഥാർത്ഥത്തിൽ നിലപാടിപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സമ്മർദ്ദം ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംസ്ഥാന തലങ്ങളിലൊക്കെയുള്ള കോൺഗ്രസ് നേതൃത്വം 2 തട്ടിലാണെങ്കിൽ പോലും അതിൻ്റെ ദേശീയ നേതൃത്വം മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാനും ജനകീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ഇടതുപക്ഷത്തിൻ്റെ നിലപാടും സ്വാധീനവും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അനിവാര്യമാണെന്ന് തെളിയിക്കത്തക്ക രീതിയിലുള്ള സമീപനത്തിലേക്ക് കോൺഗ്രസിന് പിന്നീട് എത്തിച്ചേരേണ്ടി വന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് ജനകീയ താൽപ്പര്യങ്ങളും സംരക്ഷിക്കും വിധം അന്ന് ഇടതുപക്ഷം ഇടപെട്ടിരുന്നു. അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് രണ്ടാം UPAക്ക് തിരിച്ചു വരാൻ യഥാർത്ഥത്തിൽ സാധിച്ചത്. തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയില്ലാതെ രണ്ടാം UPA ഭരിക്കുകയും അവരുടെ ജനവിരുദ്ധ നിലപാടുകൾ, അതിൻ്റെ നയങ്ങൾ നല്ലതുപോലെ പ്രകടിപ്പിക്കപ്പെടുകയും ചെയ്തതിന് ശേഷം കോൺഗ്രസ് പരാജയപ്പെടുകയും BJP അധികാരത്തിൽ വരികയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ദേശീയ രാഷ്ട്രീയത്തിലും ഇന്ത്യൻ പാർലമെന്റിലും ഇടതുപക്ഷത്തിൻ്റെ പങ്കാളിത്തം വർദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. മതനിരപേക്ഷതയും ജനകീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതും ഞാൻ ഈ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിൻ്റെ വ്യക്തതയോടുള്ള കാഴ്ചപ്പാട് അനിവാര്യമാക്കുന്നു എന്ന് തന്നെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കാണാനാവുക.